5 മത്സരങ്ങളിൽ 3 തോൽവിയും 2 ജയവുമായി നിൽക്കുന്ന പഞ്ചാബും 5-ൽ 4 ജയിച്ച് മിന്നുന്ന ഫോമിൽ നിൽക്കുന്ന രാജസ്ഥാനും നാളെ ഏറ്റുമുട്ടുമ്പോൾ വിജയം മുൻകൂട്ടി പ്രവചിക്കുക അസാധ്യം. കാരണം ഇത് T20 മാച്ചാണ്. ഏത് നിമിഷവും കളി മാറിമറിയാം. ബാറ്റർമാർ ഫോമിലേക്ക് വന്നാൽ അവരെ പിടിച്ചുകെട്ടുക എളുപ്പമല്ല. ഇന്നലെ നടന്ന മുംബൈ-ബാംഗ്ലൂരു മാച്ച് തന്നെ ഉദാഹരണം. ഇഷാൻ കിഷനും സൂര്യയും എന്നെ അടിയാണ് അടിച്ചത്. തലങ്ങും വിലങ്ങും ബൗളർമാരെ പ്രഹരിക്കുമ്പോൾ അവിടെ ബൗളർമാർക്ക് വലിയ റോളില്ലാതെയാവും. രാജസ്ഥാൻ നിരയിൽ ജയ്സ്വാൾ, ജോസ് ബട്ട്ലർ, സഞ്ജു, റിയാൻ പരാഗ് തുടങ്ങിയ താരങ്ങളും അങ്ങനെയാണ്. ഫോമായി കഴിഞ്ഞാൽ പിടിച്ചുകെട്ടുക അസാധ്യം. ഗുജറാത്തിനെതിരെ കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനം തന്നെ ഉദാഹരണമാണ്. കുൽദീപ് സെൻ എറിഞ്ഞ 19-ാം ഓവർ കൈവിട്ടു പോയില്ലായിരുന്നുവെങ്കിൽ രാജസ്ഥാൻ തീർച്ചയായും ജയിക്കേണ്ട ഒരു മാച്ച് തന്നെയായിരുന്നു അത്. പഞ്ചാബ് നിരയിൽ ശിഖർ ധവാൻ, ബെയർസ്റ്റോ എന്നിവരൊക്കെ കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നു. 58 റൺസിന് 4 വിക്കറ്റ് വീണ പഞ്ചാബിനെ രക്ഷിച്ചത് ശശാങ്ക് സിംഗും അശുതോഷ് ശർമ്മയുമാണ്. റബാദ, സാം കരൺ, അർഷദീപ് സിംഗ് തുടങ്ങിയ ബൗളർമാരെയാണ് രാജസ്ഥാൻ ഭയക്കേണ്ടത്. അവസാന മാച്ചിൽ അർഷദീപ് സിംഗ് 4 വിക്കറ്റുകൾ വീഴ്ത്തിയത് വെറും 7.25 എക്കണോമിയിലാണ്. രാജസ്ഥാൻ ബൗളിങ്ങിൽ ബോൾട്ടും ആവേശ് ഖാനും അശ്വിനും ചഹലുമൊക്കെയാണ് പ്രതീക്ഷ. നാളത്തെ മാച്ചിൽ ജയ്സ്വാളിൻ്റെ ഒരു സെഞ്ചുറിയും ജോസ് ബട്ട്ലറിൻ്റെയും സഞ്ജുവിൻ്റെയും ഹാഫ് സെഞ്ചുറിയും കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നാളെ വൈകിട്ട് 7:30 പഞ്ചാബിലെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം.